ഇന്ന് നമ്മളൊരു പിസ്സ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഒരു വെജിറ്റബിൾ പിസ്സ സാൻഡ്വിച്ച്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കിഡ്സ് സ്പെഷ്യലായിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നങ്ങ് സോട്ട് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. അതായത് കുട്ടികൾക്ക് പച്ചയ്ക്ക് കടിക്കുമ്പോൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഒരു മഷ്റൂം ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മഷ്റൂം ഉണ്ടെങ്കിൽ എടുക്കുക. ഒന്നോ രണ്ടോ കൂടുതൽ വേണമെങ്കിൽ അത്ര എടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം അതിട്ടിട്ട് ഒരു 3-4 സെക്കൻഡ് ഒന്നങ്ങ് സോട്ട് ചെയ്തെടുക്കുക. മഷ്റൂം ഒന്നങ്ങ് സോട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 2 കളറിലുള്ള ക്യാപ്സിക്കം ഒരു 3 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഒരു കളർ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മതി. ഇനി 2-3 കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നങ്ങ് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സവാള ഒന്ന് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ വേവിച്ച് ജസ്റ്റ് കൈ വെച്ച് പിച്ചിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മളിതൊരു 1-2 മിനിറ്റ് അങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വെന്തൊടേണ്ട ആവശ്യമില്ല. കൂടുതൽ വെന്തൊടഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല വെജിറ്റബിൾസ്. ഇത്രയാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ഒറിഗാനോ കൂടെ ചേർക്കണം. ഒരു പിസ്സയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ ഓരോരുത്തരുടെയും ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതോടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് റെഡി ആയി കഴിഞ്ഞു. ഇതൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം. സാൻഡ്വിച്ചിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ബ്രൗൺ ബ്രെഡ് എടുക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ അതായാലും മതി. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് വെച്ചിട്ട് ഒരു 3 സാൻഡ്വിച്ചാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമ്മൾ സാധാരണ പിസ്സയിലൊക്കെ ചെയ്യുന്ന പോലെ പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് നമുക്ക് ബ്രെഡിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി അത് ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ആളെടുത്തും അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ. നമ്മുടെ പിസ്സയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒറിഗാനോ നല്ലതായിരിക്കും. അപ്പോൾ അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചൊരു മൊസറല്ല ചീസ് കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏത് ചീസാണുള്ളത് അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ചീസിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, ഒറിഗാനോയുടെ മിക്സ് എല്ലാ ബ്രെഡിലേക്ക് കുറച്ചായിട്ട് അങ്ങ് തേച്ച് കൊടുക്കാം. സാൻഡ്വിച്ചിൻ്റെ ഒരു ബ്രെഡിലേക്കാണ് ഞാനിപ്പോൾ ഇവിടെ സോസ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാ ബ്രെഡിലേക്കും വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ബ്രെഡിലേക്കും എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിനി റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിളിൻ്റെ മിക്സാണ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി വെജിറ്റബിൾ മിക്സ് വെക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ചീസ് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. മൊസറല്ല ചീസ്, കുറച്ച് ചീസ് അടിഭാഗത്തുകൂടി വെക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്തൊക്കെ വലിഞ്ഞ് നല്ല കറക്റ്റ് ഒരു പിസ്സ പോലെ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ മുകൾ ഭാഗത്ത് മാത്രമേ വെക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ കയ്യിൽ ഒലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ബ്ലാക്ക് ഒലീവ്സാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഗ്രീൻ കളറാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് എടുക്കുക. ഇനിയിപ്പോൾ ഒലീവ്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒലീവ്സ് ഉണ്ടെങ്കിൽ പിസ്സയുടെ ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് മാത്രം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഓരോ പീസ് തക്കാളി ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ മുറിച്ചതുകൂടെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൊസറല്ല ചീസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ചീസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് എടുക്കുക. കുറച്ച് കൂടുതലൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ കാണാൻ ഭംഗി ഉണ്ടാവും, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് എത്രയാണ് വേണ്ടത് അത്രയ്ക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബ്രെഡിൻ്റെ മേലെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബ്രെഡ് എടുത്തിട്ട് കവർ ചെയ്യണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചേർക്കാൻ താല്പര്യമില്ല, ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പിസ്സ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഒക്കെ ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ കുറച്ച് ബട്ടർ മതി, കൂടുതലൊന്നും വേണ്ട. അത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ബ്രെഡ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എല്ലാ ബ്രെഡിലും ഫില്ലിംഗ് ഒക്കെ വെച്ച് കറക്റ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് ചൂടായിട്ട് കഴിക്കുമ്പോഴാണ് നമ്മളെ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരിക. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്കൊരു 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. 1-2 ടീസ്പൂൺ നമുക്ക് അത് എടുക്കുന്ന സമയത്ത് മനസ്സിലാവും എത്രത്തോളം വേണമെന്ന്, അതിനനുസരിച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചൂടാവുന്ന സമയത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് നമ്മളെ പാനിലേക്ക് വെച്ചെടുത്ത് കൈ കൊണ്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. കാരണം നമ്മളെ ബ്രെഡിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ ചീസൊന്നും മെൽറ്റ് ആവാതെ വരികയും ചെയ്യും. ചെറിയ തീയിൽ വെച്ച് ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ അടിവശം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് നല്ല ബ്രൗൺ കളറിൽ കുറച്ചുകൂടെ മുരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ പാനിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ തന്നെ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒന്നുകൂടി ഇതുപോലെ തന്നെ റെഡിയാക്കാം.
ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അങ്ങ് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ സാൻഡ്വിച്ചൊക്കെ ആവുന്ന സമയത്ത് എപ്പോഴും ചൂടോട് കൂടെ കഴിക്കുന്ന സമയത്ത് കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നാലും നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും കൂടി ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്